ഇറാൻ അമേരിക്ക യുദ്ധം ഇപ്പോൾ മറ്റൊരു തലങ്ങളിലേക്ക് നീങ്ങുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ലോകത്തുള്ള ജനങ്ങൾക്ക് മൊത്തം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഇത് കൊണ്ടെത്തിക്കുമോ എന്ന ആശങ്കയാണ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ കുശും എന്നറിയപ്പെടുന്ന ഒരു ദ്വീപ്, ആ ദ്വീപിലുള്ള ഏകദേശം 30 ഗ്രാമവാസികൾക്കെങ്കിലും വെള്ളം ട്രീറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾക്ക് നേരെ, ഡീസാലിനേഷന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. പ്രധാനമായും ഈ ദ്വീപിൽ ഉപ്പ് ശുദ്ധീകരിച്ചാണ് വെള്ളം ഉപയോഗിക്കുന്നത്. എന്നാൽ ആ ഒരു പ്ലാന്റിന് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ അതേ തരങ്ങളിൽ തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ ബഹ്റൈനിലുള്ള ബഹ്റൈൻ സേസ് ആൻഡ് ഇറാനിയൻ സ്ട്രൈക്ക് ഡാമേജ് ഡീസാലിനേഷൻ പ്ലാന്റ് മേക്കിംഗ് എ ന്യൂ ഫേസ് ഓഫ് ദി കോൺഫ്ലിക്റ്റ് ടാർഗറ്റിംഗ് വാട്ടർ ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പോൾ വെള്ളം, ആളുകൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന കാര്യം, അവരുടെ ശുദ്ധജലം എന്നത് ഇപ്പോൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. ബഹ്റൈനിലുള്ള ഡീസാലിനേഷന് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇസ്രയേൽ, അമേരിക്ക എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നോ സമാനമായ തിരിച്ചടി തന്നെയാണ് ഇറാനും ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗൾഫ് കൺട്രീസ് റിലേ ഹെവിലി ഓൺ ഡീസാലിനേഷൻ. ഗൾഫ് കൺട്രികൾ കൂടുതലായും അവര് ഈ ഉപ്പ് നിർമ്മാർജ്ജനം ചെയ്ത് വെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകളെയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ നമുക്ക് കാണാം, ഇവിടെ കണക്ക് ഖത്തർ ഏകദേശം 100% ഡീസാലിനേഷനിലൂടെയാണ് അവർ ശുദ്ധജലം കണ്ടെത്തുന്നത്. കുവൈത്ത്, അതുപോലെ ബഹ്റൈൻ ഏകദേശം 90%, അതുപോലെ ഒമാൻ 86%, സൗദി അറേബ്യ 70%. ഈ രീതിയിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതാണ് ജനങ്ങളുടെ അവിടുത്തെ പ്രധാനപ്പെട്ട ആശ്രയം. എന്നാൽ ഇതിനു നേരെ ആക്രമണം നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്തായിരുന്നാലും അങ്ങനെയുള്ളൊരു തലങ്ങളിലേക്ക് ഇസ്രയേലും അമേരിക്കയും ആക്രമണം ആരംഭിച്ചു. അതിന് പിന്നാലെ ഇറാനും സമാനമായ ആക്രമണങ്ങൾക്കാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ 3 എണ്ണ സ്റ്റോറേജുകൾക്ക് നേരെ ഇസ്രയേൽ, അമേരിക്ക ആക്രമണം നടത്തി. അതിന് പിന്നാലെ ഇറാൻ ഇപ്പോൾ ഇസ്രയേലിന്റെ ഹൈഫയിലുള്ള എണ്ണ റിഫൈനറി സ്റ്റോറേജുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതിശക്തമായ ആക്രമണമാണ് ഇറാൻ ഈ എണ്ണ സ്റ്റോറേജിന് നേരെ ഇസ്രയേലിലേക്കും നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, അതോടൊപ്പം കുവൈത്തിലുള്ള എണ്ണ സംവിധാനങ്ങൾക്ക് നേരെയും ഇപ്പോൾ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഈ രീതിയിൽ ഇത് മുന്നോട്ട് പോയാൽ വലിയ രൂപത്തിലുള്ള ദുരന്തമായിരിക്കും സമ്മാനിക്കുക. ഇന്ന് ഇറാന്റെ പാർലമെന്റ് അധ്യക്ഷൻ ഖാലിഫാഫ് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പുണ്ട്. നെതന്യാഹുവിന്റെ വ്യാമോഹങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധം ലോക സമൂഹത്തിന് തന്നെ വലിയ നാശമായിരിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കുക എന്നത് മാത്രമല്ല, അങ്ങനെ ഒരു സംവിധാനം ഉൽപ്പാദിപ്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുമെന്നാണ് ഇറാനും ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് അറബ് കൺട്രികൾക്കുമുള്ള ഒരു വലിയ താക്കീതാണ്. എണ്ണ വിൽപ്പനയിലൂടെയാണ് അവരുടെ സാമ്പത്തിക സോഴ്സിലെ പ്രധാനപ്പെട്ട ഭാഗവും. എന്നാൽ ഇത് വിൽക്കാൻ മാത്രമല്ല, നിങ്ങൾക്കിത് ഉൽപ്പാദിപ്പിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഖാലിഫാഫ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ യുദ്ധമാവട്ടെ എങ്ങനെ അവസാനിപ്പിക്കുമെന്നത് ട്രംപിന് പോലും കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം എങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചാലും അത് ഇറാന് വിജയമായിട്ടേ മാറുകയുള്ളൂ. കാരണം അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ നേടാതെ, ആണവ പദ്ധതികളിൽ നിന്ന് ഇറാൻ പിൻവാങ്ങാതെ, അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാതെ ഈ ഒരു യുദ്ധം അവസാനിപ്പിച്ചാൽ തീർച്ചയായും ഇറാൻ അവരുടെ ലക്ഷ്യം നേടി, അല്ലെങ്കിൽ അവരുടെ ആ അടിസ്ഥാന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതിനുവേണ്ടി പ്രതിരോധിച്ച് ശത്രുവിനെ പിൻവാങ്ങാൻ നിർബന്ധിക്കുന്നിടത്തേക്ക് അവരുടെ നീക്കം എത്തിയെന്ന് പറയേണ്ടി വരും.